kapit. Satu, rumah warga telah dibawa arus. സുമത്ര ദ്വീപിലെ പലംബങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നമ്മുടെ ഇന്തോനേഷ്യയിലുണ്ടായ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഒരു പ്രതിഫലനം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാൻ ഫാറൂഖാണ്. ഇന്തോനേഷ്യയിൽ വളരെ ഗുരുതരമായ ഡിസാസ്റ്റർ നടക്കുന്ന അതേ ദ്വീപിൽ, സുമത്ര ദ്വീപിൽ തന്നെയാണ് ഞാനും ഉള്ളത്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 600ഓളം പേര് മരണപ്പെട്ടിട്ടുണ്ട്. 400ഓളം പേര് മിസ്സിംഗ് ആണ്. മരണസംഖ്യ ഉയരും എന്നാണ് മീഡിയാസും ഗവൺമെൻറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനുള്ളതും ഈ അതേ സുമത്ര ദ്വീപിൽ തന്നെയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തും നല്ല മഴയും രാവിലെ തൊട്ട് നിർത്താതെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഞാൻ കുടയെടുത്തിട്ട് ഇറങ്ങി പകർത്തിയ ദൃശ്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, നിർത്താതെയുള്ള മഴയാണ്. തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയാൻ പറ്റിയ ആ രീതിയിലുള്ള മഴ ആണ് പെയ്യുന്നത് കേട്ടോ. നമ്മുടെ പുറത്തിറങ്ങിയിട്ട് മഴ നോക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചിരിക്കുകയാണ്. ഇന്തോനേഷ്യക്കാർ എപ്പോഴും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള സമൂഹമാണ് ഇന്തോനേഷ്യക്കാർ. നമ്മുടെ റോഡിൽ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വീട്ടിലുള്ള ഈ പുള്ളിക്കാരൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. മഴ നനഞ്ഞിട്ട് വന്നിട്ട് ആൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് ഉള്ളിലേക്ക് കയറുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് പൊതുവേ ഇന്തോനേഷ്യയിലെ ഈ ഒരു പലംബങ് എന്ന് പറഞ്ഞ സ്ഥലവും അടുത്തുള്ള ഗ്രാമങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മഴയ്ക്ക് തന്നെ ചെറിയ രീതിയിൽ വെള്ളം കയറാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതുപോലെ രാവിലെ തൊട്ട് നിർത്താതെ പെയ്യുന്ന ഈ മഴയിൽ എത്രത്തോളം വെള്ളം പല സ്ഥലങ്ങളിലും കയറിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സുമത്ര ദ്വീപിലെ നോർത്ത് ഭാഗത്താണ് ഇപ്പോൾ ആച്ചെ, അതുപോലെ തന്നെ പാദാങ്, മെദാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ടും സ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന വാഹനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. തുള്ളിക്കൊരു കുടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. നല്ല മിന്നലുണ്ട്, നല്ല അടിപൊളി മഴയുണ്ട്. ആ ഒരു ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ മഴയുടെ ആഘാതം നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലും എത്തിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നിർത്താതെയുള്ള ഒരു മഴ. എന്നാൽ ഇതുവരെ നമുക്ക് വീട്ടിലൊന്നും കറണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ. കറണ്ടൊന്നും പോയിട്ടില്ല, കാറ്റോ ഒന്നും നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടില്ല. മിന്നലുണ്ട്, ഇടിയുണ്ട്, അതിനോടൊപ്പം മഴയുണ്ട്. ഇന്തോനേഷ്യക്കാർ പേരും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സുമത്ര നോർത്ത് സുമത്രയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം കാരണം അതൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും വിഷമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ആച്ചെ, നോർത്ത് തപ്പനോളി, പടാങ് മുതലായ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഒരുപാട് ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയതും ഒക്കെ ആ ഭാഗത്താണ്. ഇത് സുമത്ര ദ്വീപിൻ്റെ നോർത്തേൺ ഭാഗത്തും അതുമാതിരി സുമത്ര ദ്വീപിൻ്റെ വെസ്റ്റേൺ ഭാഗത്തുമാണ് ഞാനുള്ളത്. ഏകദേശം 1800ഓളം കിലോമീറ്റർ പലംബങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഇത് സാധാരണ ഒരു മഴയല്ല. എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്തോനേഷ്യയിൽ? ഇത് സാധാരണ ഒരു മഴയല്ല. ഹൈഡ്രോ മീറ്ററോളജിക്കൽ ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്. കാര്യം നിർത്താതെ ഉള്ള മഴ. നമ്മുടെ നാട്ടിൽ വയനാടും മറ്റുമൊക്കെ സംഭവിച്ച അതേ രീതിയിലുള്ള മഴ. ഇതിനെന്താണ് കാരണം പറയുന്നത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു, അത് കാരണം മഴ കണ്ടിന്യൂസ് ഉണ്ടായി. മലമേഖലയിൽ മണ്ണിടിച്ചിൽ, നദികൾ നിറഞ്ഞൊഴുകൽ, ബഞ്ചർ ബന്ധാങ്, അതിവിടെ പറയുന്ന ഒരു ടേമാണ്. പെട്ടെന്നുണ്ടാവുന്ന പ്രളയം. ലിറ്ററലി പറയുകയാണെങ്കിൽ ആകാശം പൊട്ടി മഴ പെയ്യുന്ന രീതിയിലുള്ള മഴ. അത് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോയിലുള്ള മണ്ണിലുള്ള സാറ്റുറേഷൻ കൂടിയിട്ട് പുറത്തുനിന്നെല്ലാം മണ്ണും വെള്ളവും എല്ലാം ഒലിച്ച് ജനമേഖലയിലേക്ക് ഇറങ്ങി വരികയാണ്. അത് കൂട്ടത്തിൽ നദികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും, മലകളിൽ മണ്ണിടിച്ചിലുണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മഴയും മണ്ണും ചെളിയും മരങ്ങളും കല്ലും പാറയും എല്ലാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക്
കുതിച്ചു വരുമ്പോഴേക്കും ജനങ്ങൾ പരിഭ്രാന്തരാകും. അതിൽ കുറേ ഗ്രാമങ്ങൾ മണ്ണിനടിയിലായി, കുറേ വീടുകൾ നശിച്ചു, മനുഷ്യരും മൃഗങ്ങളൊക്കെ കാണാതായി. നവംബർ അവസാനത്തോടെയാണ് ഈ മഴ ശരിക്കും ആരംഭിച്ചത്. എന്നാൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആരും കൊടുത്തില്ല. പക്ഷേ ഈ മഴ നിൽക്കാതെ പെയ്യുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. ഏതൊക്കെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആച്ചെ, സുമത്ര ഉത്താര, തപ്പനുള്ളി തെങ്ങ, സിബോൽഗ, പാഡങ്, സുമത്ര ഭാരത് എന്ന് പറയുമ്പോൾ സുമത്ര വെസ്റ്റും, സുമത്ര ഉത്താര എന്ന് പറയുമ്പോൾ സുമത്ര നോർത്തും. ഞാനുള്ളത് സുമത്ര സെലത്താൻ, സുമത്ര സൗത്തിലാണ്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. ഏകദേശം 1700 അല്ലെങ്കിൽ 1800ഓളം കിലോമീറ്റർ അകലെയാണ് ഞാനുള്ളത്. എന്നാൽ ഇവിടെ തന്നെ പുറത്ത് നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. ഡിസാസ്റ്റർ ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ പോലും മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ആ 1800ഓളം കിലോമീറ്റർ അകലെയുള്ള ആ ഒരു മഴയുടെയും ആ ഒരു ഭീതിയുടെയും ഒരു എഫക്റ്റ് നമ്മുടെ സ്ഥലത്തും ഇപ്പോഴുണ്ട്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 600-ലധികം പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. 400-ലധികം പേരെ കാണാതായി. ആയിരങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു. ലക്ഷങ്ങളോളം മനുഷ്യർ ഡിസ്പ്ലേസ്ഡ് ആയി. അവർ വീടുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കും മറ്റും സുരക്ഷാ സ്ഥലത്തേക്കും മാറ്റപ്പെട്ടു. പല പ്രദേശങ്ങളിലും റോഡില്ല, വൈദ്യുതി ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇതെല്ലാം കാണുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് ശരിക്കും ഇടറുകയാണ്. കാര്യം ഏഷ്യയിലെ മനുഷ്യർ എപ്പോഴും പ്രകൃതി ദുരന്തങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ സ്ഥലത്തേക്ക് വന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു പ്രളയത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിലെ അംഗങ്ങളെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇന്തോനേഷ്യൻ മരുമകനെ ഇഷ്ടപ്പെട്ട 2 കൈ നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.